ഫ്രൈഡേ പലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രസൻസും ഇല്ല, ആളുകൾ ആബ്സെൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് കക്ഷി നേതാക്കളോടൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബില്ല് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോടും ഞങ്ങൾ സൂചിപ്പിക്കാം. പക്ഷേ ഈ വെള്ളിയാഴ്ച ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ സ്പീക്കർ സഭ വിട്ടു. വടകരയിലെ തെരഞ്ഞെടുപ്പ് ചൂട് ഉയർത്തിയ കാഫിർ പ്രയോഗം അടിയന്തര പ്രമേയമായി ഇന്ന് കത്തിക്കാനിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. ഇന്നലെ രാത്രി വരെ അതായിരുന്നു തീരുമാനം. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഓർത്ത് കാണില്ല. രാവിലെ ആയപ്പോൾ ആവേശം അങ്ങ് ചോർന്നുപോയി. എല്ലാവർക്കും നേരത്തെ നാട്ടിലെത്തണമല്ലോ, അതുകൊണ്ട് വഴക്കും ബഹളവുമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി. ചോദ്യോത്തരവേള കഴിഞ്ഞതും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്ഥലം കാലിയാക്കി. നേരത്തെ റിബൺ പോലെ കിടക്കുന്ന പ്രദേശമാണ് ആലപ്പാട്. സ്പീക്കർ പോയതോടെ എല്ലാം ഡെപ്യൂട്ടി സ്പീക്കറുടെ തലയിലായി. ഉച്ചയായെങ്കിൽ എന്ന ചിന്ത അദ്ദേഹത്തിനും ഉണ്ടെന്ന് തോന്നിപ്പോയി. ഈ 12 കോടി രൂപ സ്മാർട്ട് സിറ്റി മിഷന്റെ പദ്ധതി പ്രവർത്തനം ജൂൺ മാസം അവസാനിക്കുന്നുള്ള വാർത്തയാണ് 12:30 തീർക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടെ തുടർന്നു. സ്വകാര്യ ബില്ലിന് മറുപടി പറയേണ്ട മന്ത്രി പോലും സഭയിൽ നിന്ന് മുങ്ങി. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് KD പ്രസേനൻ അവതരിപ്പിക്കുന്നതിനിടെ സഭ കാലിയാകുന്നത് കണ്ട യു പ്രതിഭ MLAക്ക് ചോര തിളച്ചു. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. വെള്ളിയാഴ്ച ദിവസമാണ്. ഏറ്റവും ശ്രദ്ധേയമായ തൊഴിലാളികളുടെ ക്ഷേമമൊക്കെ മുൻനിർത്തി ഒട്ടേറെ ബില്ലുകൾ വന്നു. പക്ഷേ അംഗങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം ഈ നിയമനിർമ്മാണങ്ങളുടെ ചർച്ചയുടെ ഗൗരവം ഒട്ടും കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടിയുള്ള ശക്തമായ ഇടപെടലുകൾ വേണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുണ്ടോ. അനൌദ്യോഗിക അംഗങ്ങളുടെ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അല്ല, MLAമാർ ആ ഗൗരവം കാണുന്നില്ല എന്നുള്ള അംഗത്തിന്റെ ആ അഭിപ്രായത്തോട് ചേർന്ന് ചോദിക്കുന്നു. പക്ഷേ ബില്ല് അവതരിപ്പിച്ച പ്രസേനന് പോലും ചർച്ച നീട്ടാൻ താല്പര്യമുണ്ടായിരുന്നു. ഗവൺമെന്റ് ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ചർച്ച ചുരുക്കുകയാണ്. അപ്പോൾ സ്വകാര്യ ബില്ലിന് വേണ്ടി വാദിച്ച യു പ്രതിഭ അദ്ദേഹം തുടർ ചർച്ചയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് തുടർ ചർച്ച വേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേക നിയമനിർമ്മാണങ്ങൾ വേണ്ട വിഷയമാണ്. മണി 12 കഴിഞ്ഞതോടെ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ധൃതി കൂടി. നിരവധി തവണ വിളിക്കുകയും സെമിനാറിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. KD പ്രസിഡന്റ് അങ്ങ് പക്ഷേ പ്രസ് ചെയ്യുന്നുണ്ടോ? ഒടുവിൽ പറഞ്ഞതിനും 15 മിനിറ്റ് മുൻപ് നിയമസഭ അവസാനിച്ചു. വിഷയം പിൻവലിച്ചിരിക്കുന്നു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. എല്ലാവർക്കും നേരത്തെ നാടുപിടിക്കാൻ വഴിയൊരുങ്ങി. സഭയിൽ അവസാന മിനിറ്റ് വരെ ഉണ്ടായിരുന്നത് അധികവും വടക്കൻ ജില്ലകളിലുള്ളവരാണ്. ജനശതാബ്ദിയും വന്ദേ ഭാരതും ഉച്ച കഴിഞ്ഞാണല്ലോ. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.